ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മിന്നേ വെറുതെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ ഫ്രണ്ട് നൗഫലിൻ്റെ കൂടെ നിസാനിൽ വന്നേക്കണ്ട, നൗഫലിനൊപ്പം പാർക്കിൽ വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളെ ഒരു 2-3 സൈറ്റിലേക്ക് പാർക്കിൽ വന്നിട്ട് എംസാൻഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നൗഫലെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? വർക്ക് ഇത്തിരി കുറവാണ്, എന്നാലും തട്ടിമുട്ടിയൊക്കെ പോണ് കാര്യങ്ങള്. എംസാൻഡ് വേണം, അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ പൊതുവെ മൊത്തത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കുറവാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ ജീവിച്ചു പോണു അല്ലേ? അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോണു, ഇടക്ക് പോത്തുവളത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കിത് ഇവിടുന്ന് ലോഡ് എടുക്കാൻ പോയിട്ടോ. നമ്മ എവിടെ പോകണമെന്നില്ല, കൂനമ്മാവിലോട്ട് പോകണം. അപ്പൊ ഇവിടെ അടുത്ത് പറവൂരടുത്ത് കൂനമ്മാവിലേക്കാണ് നമ്മ ഈ ലോഡ് പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. ഇതാണ് വണ്ടിയാണ് ലോഡ് എടുക്കുന്നത്, ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റണം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡൊക്കെ കയറ്റിയത്, ലോഡൊക്കെ നന്നായിട്ട് മൂടി പായൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ തട്ടാനുള്ള സൈറ്റിലേക്ക് നമ്മൾ പോവേണ്ട. പോവാല നൗഫലെ, പോവാല നമുക്ക്. അപ്പോൾ ഞങ്ങൾ സൈറ്റിലേക്ക് യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ ദൂരെ ഉണ്ട് നമ്മുടെ ലോഡ് അടിക്കുന്ന സ്ഥലം. ഇതൊരു സാഹസികമായ യാത്രയാണ് അല്ലേ? വീട് പണിയൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല പോണ വഴിക്ക് പല പോലീസൊക്കെ പിടിക്കുമെങ്കിൽ പെയിന്റ് പറ്റിയൊക്കെ കൊടുത്ത് വളരെ ദുഷ്കരമെന്നാണ് നൗഫല് പറയണത്. വണ്ടിപ്പരിപാടി അവസരമായി. വലിയ ആളുകൾക്ക് വലിയ കൺസ്ട്രക്ഷൻ വണ്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ പരിപാടി നടക്കുള്ളൂ. ചെറുകിട ഒറ്റ വണ്ടിയൊക്കെ ഓടിക്കുന്നവരൊക്കെ അത് അവസരമായി. ഓട്ടങ്ങളും പൈസ റോഡിങ്ങും അതൊക്കെ നമുക്ക് ഇതിൽ ഭയങ്കര പ്രതിസന്ധിയിലാണ് പോണത്. വണ്ടിപ്പണി എന്ന് വെച്ചപ്പോ ദുഷ്കരമാണ്. ഈ ലോഡ് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടണമെന്നില്ല. അങ്ങനെയുണ്ട്. അടുത്ത ലോഡ് എടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം. നമ്മുടെ അടുത്ത സ്ഥലത്ത് ചെറിയൊരു ക്രെഡിറ്റ് ഒക്കെ കിട്ടും. അങ്ങനെ പോകുന്നു. വളരെയധികം പരിതാപകരമാണ്. പറയണത് വണ്ടി ഫീൽഡൊക്കെ വളരെയധികം പരിതാപകരം എന്നാണ് പറയണത്. കൂനമ്മാവ് വരാപ്പുഴ ഹൈവേയിലേക്ക് കയറിയൊക്കെയാണ്. ഇത് നമ്മുടെ NHന്റെ പണി നടന്നുകൊണ്ടിരിക്കേണ്ട ഇവിടെയൊക്കെ. സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്, ബാക്കി പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്ററും കൂടി പോയാൽ നമുക്ക് നമ്മുടെ ലോഡ് തട്ടുന്ന സൈറ്റിലേക്ക് എത്തും. എത്താറായിരുന്നല്ലേ? അതേ, നമ്മ ലോഡ് അടിക്കുന്ന സൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 200 മീറ്റർ കൂടി നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് എത്തും. ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. അല്ലെങ്കിൽ സാധാരണ വഴിയിൽ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് വഴി ചെറിയൊരു പെറ്റിയെ കൊടുക്കേണ്ട വരും. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ അടിക്കേണ്ട സ്ഥലം. ഇവിടെ ലോഡ് അടിച്ച് ചെയ്യുന്നതാണ്. എവിടെയാണ് നമുക്ക് തട്ടേണ്ടത്? റിവേഴ്സ് ഒക്കെ അല്ലേ അമ്മ? ഈ വഴിയൊന്നും കുഴപ്പമില്ല. ചില വഴികളൊക്കെ നമുക്ക് ഭയങ്കര ഇടങ്ങേറായിരിക്കും.
അപ്പൊ നമ്മ വണ്ടി റിവേഴ്സ് വെച്ചോണ്ടിരിക്കുകയാണ്. ഇറങ്ങി ചെന്ന് ചോദിക്കണം. എന്താണ് ഇറങ്ങി ചെന്ന് ചോദിച്ചിട്ട് എവിടെ തട്ടണേന്ന് വെച്ചാൽ നമുക്ക് തട്ടാം. അപ്പൊ നമ്മള് റിവേഴ്സ് എടുത്തിട്ട് ഇത് എവിടെ ഉണ്ടാലും ഓട് തട്ടാൻ പോകും. അപ്പൊ ഞങ്ങ ഇവിടുത്തെ ലോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് അപ്പൊ ഇനി അടുത്ത നമ്മേ ഇവിടുന്ന് പോണ വഴിക്കൊരു പാർക്കിലും കൂടി കയറിയിട്ടേ തിരിച്ച് ഒരു ലോഡ് അവിടെ നിന്ന് കൂടി എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പൊ നമ്മ ഇനി വേറെ പോകുന്ന വഴിക്ക് ഒരു പാർക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മ അതേപോലെ തിരിച്ച് രണ്ടാമത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങ സൈറ്റിലേക്ക് 2 ലോഡും അടിച്ചു കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. ഞങ്ങൾ ഇന്നത്തെ ലോഡൊക്കെ വെച്ച് വണ്ടി ഓഫറിന്റെ വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ പേര് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.